ശരി. പതിവില്ലാതെ നീ ചിക്കനൊക്കെ വാങ്ങിച്ച് തന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഗുരുമാലുണ്ടെന്ന്. എന്നിട്ട് നീ എന്റെ കാര്യം ആലിസിനോട് പറഞ്ഞോ? നിന്റെ കാര്യം? അതെ, ആനയെ വാങ്ങിക്കുന്നതിന്റെ. അയ്യടാ, ആനക്കാര്യത്തിനിടയിലെ ഒരു ചേനക്കാര്യം. സമ്മതിച്ചു. നീ ആന, ഞാൻ മറിച്ചാന. ഇതാണ് നിനക്കുള്ള തകരാറ്. എടാ, ഞാൻ ആദ്യം എന്റെ കാര്യം ഒന്ന് ശരിയാക്കി എടുക്കട്ടെ. അതിന് തന്നെ ഞാൻ എന്തുമാത്രം കടമ്പ് അടക്കണം എന്നുള്ളത് നിനക്കറിയാമോ? ആലീസിന് നിന്നെ ഇഷ്ടമല്ലേ? ഇനി പിന്നെ എന്തോന്ന് കടമ്പാ? എടാ, പ്രേമം ഒന്ന് കേട്ടോടെ ചാടി പുറപ്പെടുന്ന പൈങ്കിളി ടൈപ്പ് അല്ല ആലീസ്. അവള് കുടുംബത്തോട് സ്നേഹമുള്ളവളാ, വളരെ പ്രാക്ടിക്കലും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. എടാ, മൂത്ത 2 പെങ്ങന്മാരെ വിവാഹം കഴിഞ്ഞിട്ട് അവള് സമ്മതിക്കൂന്ന്. അത്രേ ഉള്ളോ? നമുക്ക് വെയിറ്റ് ചെയ്യാം. ആഹാ, എന്നാ പിന്നെ കുറെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മളെ പോലെ ആരെങ്കിലും അവരെ ഇഷ്ടപ്പെടുന്നവരെ. അല്ലെങ്കിലേ അത്ര സ്ത്രീധനം നമ്മളുണ്ടായി കൊടുക്കണം. അത് നടക്കുന്ന കാര്യമാണോ? അതാ പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന നീ പറയണേ? ഒരു വഴിയുണ്ട്. എന്ത്? നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർക്ക് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിച്ച് വിവാഹം നടത്തി കൊടുക്കുക. കൊള്ളാം, ബെസ്റ്റ്. CC ബ്രോക്കറായിട്ട് തുടങ്ങി ഇപ്പൊ കല്യാണ ബ്രോക്കറായി. ചിലപ്പോ അങ്ങനെയൊക്കെ വേണ്ടി വരും. അപ്പോ എന്റെയും ആനിയുടെയും ഒറ്റ ചവിട്ട് വെച്ചൊന്നുണ്ടല്ലോ വഴുവേറി. നിങ്ങളുടെയൊക്കെ കഴിഞ്ഞിട്ട് മതിയില്ലേ? അനിയ, എന്താ വിളിച്ചേ? ഭാര്യയുടെ അനിയത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ അനിയാന്ന് വിളിക്കുന്നത് എന്റെ സംസ്കാരം. കൂടുതൽ തൊലിക്കല്ലേ. $28,000 സ്റ്റാർട്ടർ നോക്കണേ. ഉച്ച കഴിഞ്ഞ ആള് വരും. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാൻ പറയാം ചേട്ടാ. യവനെ ലവ് പിന്നെ സണ്ണിയെ പിന്നെ ആലീസ് ഞങ്ങളുടെ ഓഫീസിലാ വർക്ക് ചെയ്യുന്നത്. അതെനിക്കറിയാം. ഞങ്ങൾക്കും അറിയാം. നീട് മാറി ചേട്ടാ, വേറൊന്നും തെറ്റിയിരിക്കരുത്. ചേട്ടന്റെ മോളെ ആലീസിനെ എനിക്ക് പോകാൻ കഴിച്ചാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചേട്ടൻ ഒന്നും പറയണ്ട. ചേട്ടൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ആലീസിന്റെ മോളുള്ള 2 ചേച്ചിമാരുടെ കാര്യമില്ലേ, അവരുടെ പോകാൻ കഴിഞ്ഞിട്ട് മതി. തീരുമാനം പറഞ്ഞാൽ മതി. വരന്മാരെ ആവശ്യമുണ്ടെന്ന് പത്രത്തിൽ കൊടുത്താമെന്ന് നീയല്ലേ പറഞ്ഞത്? ഇതാ നോക്ക്, കൊള്ളാവുന്ന ഒരു കേസെങ്കിലും ഉണ്ടോടാ. ഓരോന്നിനും മോന്തിരിക്കുന്നുണ്ടല്ലേ. ഇതും കൊണ്ട് മാസം ചേട്ടന്റെ വീട്ടിൽ ചെന്നാലേ അങ്ങേര് നമ്മുടെ മോന്ത്ര ഷേപ്പ് മാറ്റും. സമ്മതിച്ചു. ഒരു കളി പാളി. അല്ല സണ്ണി, നമുക്ക് ഈ TV-യിൽ ചിത്രഗീതത്തിന് മുമ്പ് വരന്മാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്താലോ?